ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോ എന്റെ സങ്കടമൊക്കെ മാറി. ഞാൻ ഫോൺ വെച്ചോട്ടെ. ഗുഡ് നൈറ്റ് മാഡം. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞല്ലോ. ഒന്നുകൂടി കിടക്കട്ടെ. ശരി. ഋതിക മാഡത്തിന്റെ സ്നേഹത്തെ പറ്റി എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ദൈവം വർമ്മ സാറാ. അല്ല, ഞാനെന്തിനാ ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന? ആ രമ്യെ കാണുന്ന തന്നെ എനിക്ക് വെറുപ്പാ. പക്ഷേ ഋതിക മാഡത്തോട് എനിക്ക് ഇതുവരെ യാതൊരു വെറുപ്പും തോന്നിയിട്ടില്ല. മാത്രമല്ല, ഋതിക മാഡം എനിക്കെന്റെ ആരൊക്കെയോ. ഇതാണോ പ്രണയം? എനിക്ക് ഋതിക മാഡത്തോട് എന്താ അതിന് പറയുന്നത്? എന്നാലും ഋതിക മാഡത്തോട് അങ്ങനെ പറയണ്ടായിരുന്നോ? ഇനി മാഡത്തിന് സങ്കടമായി കാണുമോ? ഒരു ഗുഡ് നൈറ്റ് അങ്ങ് അയച്ചേക്കാം. ഇതെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുഡ് നൈറ്റ്? പാവം രാജു എത്ര സ്നേഹമുള്ളവനാ. എന്നാലും എനിക്കിതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. രാജു എന്റെ ജീവനാ. ഗുഡ് നൈറ്റ് രാജു. ഇവൻ എവിടെ കാശ് കൊണ്ട് വെച്ചിരിക്കുന്നത്? ഒറിജിനൽ താക്കോല അവന്റെ കയ്യിലുണ്ട്. അത് അവന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതിൽ 10 ലക്ഷം എൻ്റെ ഇരിക്കട്ടെ. അവനൊരു പെരുങ്കള്ളനാക്കി ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിലാ എനിക്ക് സന്തോഷം.
ലതിക മാഡം. രാജു ഉറങ്ങിയില്ലല്ലേ? ആ, ഉറങ്ങിയില്ല മാഡം. ഞാനും ഉറങ്ങിയില്ല. ഞാൻ വിളിച്ചത് രാജുന് ഡിസ്റ്റർബ് ആയോ? ഇല്ല മാഡം. വിളിച്ചത് ഒരു താങ്ക്സ് പറയാനാ. താങ്ക്സ് പറയാനോ? അതെ. ഇത്രയും വലിയ റിസ്ക് എടുത്ത് റോഹനിൽ നിന്നും എന്നെ രക്ഷിച്ചതിനും കൃത്യസമയത്ത് അച്ഛനെ അവിടെ എത്തിച്ചതിനും പ്രത്യേകം നന്ദി. അതിന് നന്ദി ഒന്നും വേണ്ട മാഡം. ഞാൻ എന്റെ കടമയല്ലേ ചെയ്ത. കടമയോ? അതിന് രാജുന് എന്നോട് പ്രത്യേകിച്ച് കടപ്പാടൊന്നും ഇല്ലല്ലോ. എന്താ മിണ്ടാത്ത? ഞാൻ പറഞ്ഞത് കേട്ട് രാജുന് വേദനിച്ചോ? ഇല്ല മാഡം. എനിക്ക് രാജുനോട് ഒരു ദേഷ്യമില്ല. ഞാൻ കല്യാണക്കാര്യം പറഞ്ഞപ്പോ രാജുവിന്റെ മറുപടി ആദ്യം എന്നെ വിഷമിപ്പിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ രാജുവിനെ എന്തിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് തോന്നി. രാജുവിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. സാരമില്ല, എനിക്ക് രാജുവിനോട് ഒരു പിണക്കവും ഇല്ല. എന്നാ കോള് കട്ട് ചെയ്യട്ടെ? മാഡം ഒരു മിനിറ്റ്. ഞാൻ മാഡത്തിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അതിന് എനിക്ക് കുറ്റബോധവും സങ്കടമുണ്ട്. സോറി മാഡം. സാരമില്ല രാജു, ഇപ്പോ എന്റെ സങ്കടമൊക്കെ മാറി. ഞാൻ ഫോൺ വെച്ചോട്ടെ? ഗുഡ് നൈറ്റ് മാഡം. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞല്ലോ. ഒന്നുകൂടി കിടക്കട്ടെ? ശരി. എന്താടാ ഒരുമാതിരി കള്ളന്മാരെ പോലെ? ഞാനിപ്പോ ഒരു കളവ് നടത്തിയിട്ടല്ലേ വരുന്നത്. 10 ലക്ഷം അടിച്ചു മാറ്റിയോ? മിടുക്കൻ, കൺഗ്രാചുലേഷൻസ്. മകനെ കക്കാൻ വിടുന്ന ഒരു മാതാവിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. എടാ, അതിലിത് കളവല്ലല്ലോടാ.